ലബ്ബർ പന്ത് എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതൊരു ഫാമിലി ഡ്രാമ മൂവിയാണ്. ഇതിനകത്ത് സ്പോർട്സ് എലമെൻ്റായിട്ട് വരുന്നുണ്ട്. അതായത് കോമഡി, ഇമോഷൻസ്, സ്പോർട്സ്, പിന്നെ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പാക്കേജാണ് ഈ സിനിമ. ത്രൂ ഔട്ട് പടം തുടങ്ങുന്ന മുതൽക്ക് അവസാനിക്കുന്നവരെ ഒരു ലാഗും ഇല്ലാതെ ഭയങ്കര എൻഗേജ്ഡായിട്ട് പോകുന്നൊരു സ്ക്രീൻ പ്ലേ ആൻഡ് സ്ക്രിപ്റ്റാണ് പടം. നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ മൂവി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ട് പറയാവുന്നത്, നമ്മളിൽ പലർക്കും നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യുന്ന ചില മുഹൂർത്തങ്ങൾ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ വരും. അത്തരം കണക്ഷൻ കിട്ടുന്നവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് ഒരു ഫീല് തരും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ക്രിക്കറ്റ് ഭ്രാന്തന്മാർക്ക്. നമ്മൾ കുഞ്ഞിലെ റബ്ബർ പന്തൊക്കെ ഉപയോഗിച്ച് കളിക്കുന്ന ക്രിക്കറ്റുകളും അതിൻ്റെ ടൂർണമെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ട് വരുന്നൊരു കഥയാണിത്. അപ്പോൾ നമ്മുടെ നായകൻ അൻപ്, മറ്റൊരു സൈഡിലെ മറുനായകൻ ഗത്ത്, ഇവർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷ് എന്ന് വേണമെങ്കിലും സിനിമയെ പറയാം. തിയേറ്റർ ആയാലും OTT ആയാലും ഈ സിനിമ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്ക്രിപ്റ്റ്, നല്ല എക്സിക്യൂഷൻ, ആർട്ടിസ്റ്റുകളെല്ലാം അതിമനോഹരമായ പെർഫോമൻസസ്, പിന്നെ എന്താ പറയുക, പിന്നെ കുറേ നമുക്ക് കണക്റ്റ് ആവുന്ന കുറേ സീക്വൻസസ്, ഇതെല്ലാം കൂടി ചേർന്ന് ഭയങ്കരമായിട്ടുള്ളൊരു ഫീലോട് കൂടിയായിരിക്കും നിങ്ങൾ സിനിമ കണ്ട് പുറത്തേക്ക് വരുന്നത്. ഒപ്പം ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ കുറേ റെഫറൻസസും അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അതൊക്കെ നല്ല ക്ലീനായിട്ട്, ഇപ്പം അദ്ദേഹത്തിന് വെറുതെ പുകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം അല്ലാണ്ട് ആ സിനിമയോട് ഇഴകി ചേർന്ന രീതിയിൽ മനോഹരമായിട്ട് അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നമുക്ക് പറയാവുന്നത് സ്വാസിക, നമ്മുടെ മലയാളി സ്വാസിക സിനിമയിൽ അതിമനോഹരമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അവർ കിടിലമായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ട്. തമിഴകത്ത് കുറേ സിനിമകളൊക്കെ അവർ ചെയ്തിട്ടുണ്ടെങ്കിലും ശ്രദ്ധേയമായ ഒന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല. ഈ ഒരു സിനിമയിൽ ഈ ഒരു ക്യാരക്ടറിലൂടെ അവർക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ അവസരം ഒരുങ്ങി വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. മ്യൂസിക്, പാട്ട് ഭയങ്കര സംഭവമൊന്നും അല്ല, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രസമായിരുന്നു. നെഗറ്റീവായിട്ടൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. 1-2 ഉണ്ട്, പക്ഷെ അത് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല. അതിപ്പോൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നമ്മളെ കഥ കണ്ടുവരുന്ന പോക്കിന് നന്നായിട്ട് എൻജോയ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഞാനതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. നല്ലൊരു സിനിമ, നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, കാണുക, എൻജോയ് ചെയ്യുക.